ഏകദേശം 6955 ജെംസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ നടന്നേ പറ്റൂ. സോ എംബാപ്പയ്ക്കോ അല്ലെങ്കിൽ മെസ്സിക്കോ അല്ലെങ്കിൽ പുതിയ ഒരു ഐക്കൺസിനോ വേണ്ടിയിട്ടുള്ള സ്പിന്നിങ് ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ്. സോ പാക്ക് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ജെമ്മുണ്ട്, ഒരു 7,000 അടുപ്പിച്ച് ജെമ്മുണ്ട്. അതും പിന്നെ നമുക്ക് കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിവിഷൻ റൈവൽസ് ടോക്കണുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ കയ്യിലെന്ന് പറയാൻ ആകെ 120 ടോട്ട്സ് അറീന ടോക്കണുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇത്രയും വെച്ചിട്ടുള്ളൊരു കുഞ്ഞ് പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, പാക്ക് ഓപ്പണിംഗ് ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല. പിന്നെ എല്ലാവരും പാക്ക് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വന്നത്. പിന്നെ ഞാൻ മെസ്സിക്ക് വേണ്ടി സ്പിൻ ചെയ്യുന്നത് ഞാൻ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ കിട്ടാനൊന്നും പോകുന്നില്ല. അപ്പോൾ എന്തായാലും കിട്ടുന്നതിന് മുമ്പ് നിങ്ങളുടെ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ ഓളി സെറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്തിട്ടില്ല, ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. ഇതെല്ലാം ഒന്ന് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലോട്ട് നേരെ കടക്കാം. സോ നമുക്ക് പാക്ക് ഓപ്പണിങ്ങിലോട്ട് പോവാം. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറിയിൽ തന്നെ ഫസ്റ്റ് സ്പിൻ ചെയ്യേണ്ട ഡിവിഷൻ റൈവൽ സെക്ഷനിലാണ്. സോ ഡിവിഷൻ റൈവൽസ് എവിടെ ആയിരുന്നടാ? ഡിവിഷൻ റൈവൽസ് എവിടെയാണ്? ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. എൻ്റെ കയ്യിൽ 4000 അത്രയാണ് ടോക്കണുണ്ട്. നമുക്കതിൽ 4000-ൻ്റെ സ്പിന്നോ അല്ലെങ്കിൽ 2500-ൻ്റെയോ 3000-ൻ്റെ രണ്ടൊക്കെ സ്പിന്നുണ്ട്. അത് വല്ലതും ചെയ്യാം. ഓക്കെ, 3500 ഒരു സ്പിന്നുണ്ട്. സോ നമുക്ക് അത് വല്ലതും ചെയ്യാം. നോക്കുകയാണെങ്കിൽ ഇവിടെയും മെസ്സിയും റൊണാൾഡോയും എല്ലാവരും ഉണ്ട്. പിന്നെ റൊണാൾഡോയെ ഉള്ളവന്മാരൊന്ന് കമൻറ്റ് ചെയ്യണേന്ന് പറഞ്ഞ് ഒന്ന് ഇൻസ്റ്റ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതുവരെയ്ക്ക് ആരും ചെയ്തിട്ടില്ല. ആരെയും ഞാൻ തിന്നാനൊന്നുമല്ല. നിങ്ങൾ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് എനിക്ക് ഉള്ളവരെന്നെ ഇൻസ്റ്റയിലൊന്ന് കോൺടാക്ട് ചെയ്താൽ എനിക്ക് നിങ്ങൾ അക്കൗണ്ട് ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ആ ഒരു കാർഡ് വെച്ച് കളിച്ചിട്ട് എൻ്റെ ചാനലിൽ ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്യാനാണ്. എനിക്ക് ഒരു പാക്ക് ഓപ്പണിങ്ങിന് മെസ്സി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്തേനെ. എനിക്ക് ആരെയും കിട്ടുന്നില്ല കൈസ്. എന്തുകൊണ്ട് എനിക്കറിയത്തില്ല. ഇവരായിട്ട് കളിക്കാനുള്ള ശരിയുണ്ടാണ്. നിങ്ങളത് മനസ്സിലാണ്. എന്തായാലും ഫസ്റ്റ് പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം പുറത്തുവരുന്നത് റൊണാൾഡോ ആണ്. എനിക്കറിയത്തില്ല. എന്തായാലും 95 OVR ഉണ്ട്. അൺട്രേഡബിൾ കാർഡാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ സെല്ല് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ 35 മില്യൺ എങ്കിലും കിട്ടിപ്പോയേനെ. ഇനി ഒരു വട്ടം കൂടെ സ്പിൻ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ ടോക്കണില്ല. സോ അതുകൊണ്ട് നമുക്ക് 300 ടോട്ടിൻ്റെ 2 സ്പിൻ ചെയ്യാതെ നടക്കത്തുള്ളൂ. എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ ഗൈസ്. ഹാരിക്കേനെ കിട്ടിയാൽ മതിയായിരുന്നു ടോട്ടിൻ്റെ. എൻ്റെ അക്കൗണ്ടാണെങ്കിൽ ഒരു ഷോക്ക് അക്കൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഒന്നുമില്ല. എമിലിയസ് എന്തൊരു കഷ്ടമാണ്. ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ആകെ എനിക്ക് ടോട്ടിന്നാണ് റൊണാൾഡോ ഒക്കെ കിട്ടിയത്. എന്നാൽ ആരും എനിക്ക് കിട്ടുന്നില്ല. ഇത് ചെയ്യാം. അന്ന് ഞാൻ റൊണാൾഡോയ്ക്കും ഹാലൻഡിനൊക്കെ വേണ്ടി പാക്ക് ഓപ്പൺ ചെയ്തപ്പോഴും ആരെയും കിട്ടിയില്ല. എനിക്ക് ആകെ നല്ല കാർഡ് എന്ന് പറയാൻ ഒന്നും കിട്ടിയില്ല. 94 കുറേ ടോട്ട്സ് കാർഡുകൾ കിട്ടി. അയ്യോ, 1000 ടോക്കൺ വെച്ചിട്ട് ഈ 2500 ജെമ്മാക്കായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്കിനി 3000-ൻ്റെ സ്പിന്നിലോട്ട് പോകാം. എൻ്റെ അടുത്ത് ഒരുത്തൻ വന്ന് ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞത് 3000 ചെയ്ത പ്രോയ്ക്ക് ഉറപ്പായിട്ടും കിട്ടും, എനിക്ക് കിട്ടിയെന്നാണ്. അവന് മനസ്സിലായിട്ടില്ല അവന് ലക്കുണ്ട്, എനിക്ക് ലക്കില്ലെന്ന്. ഞാൻ എന്തായാലും ലയണൽ മെസ്സിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നോക്കുകയാണെങ്കിൽ എല്ലാം 99, 100ഒക്കെയാണ്. ആകെ 80 ഫിസിക്കലാണ്. ഫിസിക്കൽ മാത്രമേ ഈ ഒരു കാർഡിന് ഡ്രോബാക്ക് ഉള്ളൂ. ബാക്കിയെല്ലാം പക്കയായിട്ടുള്ളൊരു കാർഡ്. ഇതൊക്കെ കിട്ടിയായിരുന്നെങ്കിൽ പൊളിച്ചേനെ. സോ മെസ്സിയെ എനിക്കിത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടിയ ആരെങ്കിലും ഒട്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണം. അതിനെങ്കിലും എനിക്കൊരു റിവ്യൂ ഇടാൻ വേണ്ടിയിട്ടാണ്. കിട്ടി ഗൈസ്, കിട്ടി. നമുക്കൊരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യണമെന്ന് അവൻ പ്രത്യേകം പറഞ്ഞത്. അതവൻ്റെ ട്രിക്കാണെന്നാണ് പറഞ്ഞത്. ഞാൻ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കിട്ടുമോ നോക്കാം. ഓക്കെ ഇനി ഒരു ബോണസും കൂടെ ഉണ്ട്. അൺട്രേഡബിൾ പ്ലേയേഴ്സിൻ്റെ ബോണസും കൂടെ ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ടോട്ട് വെരിഫൈഡ് ആണ്. ഓക്കെ, അതെല്ലാം എന്തായാലും 10,000 ജമ്മു കൊടുക്കുന്നതാണ്. അതിനൊരു മാന്യതയുള്ളൊരു സാധനം തന്നൂടെ. ഓക്കെ, ഒരു സ്പിന്നൂടെ ചെയ്ത് നോക്കാം. ഒരു സ്പിൻ ഓക്കെ, ലിമിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു സ്പിൻ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന 4000 ജമ്മിൻ്റെതാണ്. സോ നമുക്കിനിയിപ്പോൾ അതും വല്ലതും ചെയ്യാം ഗൈസ്. 4000 ജമ്മു വല്ലതും സ്പിൻ ചെയ്യാൻ നോക്കാം. അതിന് ഇനിയും വേണം ഒരു 55 ജെമ്മ്. അപ്പോൾ ഞാൻ പോയി ഒരു ആഡ് കണ്ടിട്ട് വല്ലതും വരാം. ക്രിസ്റ്റിനകത്ത് എനിക്ക് ആഡ് കണ്ട 50 ജെമ്മ് കിട്ടും. സോ അതുമെല്ലാം കണ്ടിട്ട് വരാം. അതേ നടക്കുമെന്നാണ് തോന്നുന്നത്. സോ നമുക്ക് ആഡ് കണ്ടിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ആഡ് കണ്ട ഏകദേശം എനിക്കൊരു 4000 സംതിങ് 4065
ജെമ്മ് കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് വല്ലതും കിട്ടുമോ? ഇവിടുന്ന് ഒന്നും കിട്ടാനില്ല. ഇനി നമുക്ക് ബാക്കിക്ക് ജെമ്മിൻ്റെ ഒരു സ്പിൻ 4000-ൻ്റെ ഒരു സ്പിന്നും ചെയ്യാം. അതും ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളല്ല അതാണ് അതെന്ന് പറയുമ്പോൾ ഏതാണ് 120 ടോട്ട്സ്. പിന്നെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. എൻ്റെ പ്ലെയേഴ്സ് കുറവാണ്. ഓക്കെ, ഞാൻ 4000 ചെയ്തിട്ടുണ്ട്. എന്തൊരു നശിച്ച ഗെയിമാണ് ഗൈസ്, നശിച്ച ഗെയിം. ഒന്ന് ആലോചിക്കണം, നെറ്റുണ്ട് എന്നിട്ടൊരു പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ അതാണ്ട് ഇങ്ങനെ ചത്തിരിക്കുന്നത്. എന്നാൽ പ്ലേയേഴ്സിനെ അതും തരത്തില്ല. എന്നാൽ പ്ലേയേഴ്സിനെ തന്നാലോ അത് അൺട്രേഡബിൾ കാർഡ്. കോയിൻ ഉണ്ടെങ്കിലേ വേറെ പ്ലെയറിനെ മേടിക്കാൻ പറ്റൂ. വേറെ പ്ലെയറിനെ മേടിക്കണമെങ്കിൽ കോയിൻ വേണം. ഈ കോയിനാണെങ്കിൽ ഇമാതിരി തരണമെങ്കിൽ കയ്യിലുള്ള പ്ലെയറിനെ വിൽക്കാൻ പറ്റണം. കയ്യിലുള്ള പ്ലെയറിനെ വിൽക്കാമെന്ന് വെച്ചാൽ അൺട്രേഡബിൾ കാർഡ് വല്ല ഇവൻറ്റിലും വല്ലതും കിട്ടുമെന്ന് വെച്ചാൽ ഒരു കോപ്പ് കിട്ടുന്നതുമില്ല. എന്നാൽ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും കുറച്ച് ജെമ്മുണ്ടാക്കി പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേ കണക്കത്തെ കുറേ മൂഞ്ചി ഏർപ്പാട്. എന്ത് നശിച്ച ഗെയിമാണ് കഴിച്ചത്. ഞാൻ ഇത് നിർത്താൻ പോകുന്നത്. ഞാൻ നിർത്തിയിട്ട് വല്ല മൈൻക്രാഫ്റ്റിൻ്റെ കണ്ടന്റ് ഇടാൻ പോവാ. മടുത്ത് കഴിച്ചു, മടുത്തത് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, മടുത്തത് കൊണ്ട്. 1 മിനിറ്റ് ആവാറായി. ഞാൻ റെക്കോർഡ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാം. 1 മിനിറ്റ് ആവാറായി. ഇപ്പോഴാണ് വന്നത് ഈയുടെ അമ്മൂമ്മയെ കെട്ടിക്കാൻ. കണ്ടോണം, ഏതെങ്കിലും തൊലഞ്ഞ പാക്കായിരിക്കും, തൊലഞ്ഞ പാക്ക്. ബോണസും കിട്ടത്തില്ല, ഒരു കോപ്പും കിട്ടത്തില്ല. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ ഒരു 1 മില്യൺ കോയിനെങ്കിലും അതും തരത്തില്ല നാറികൾ. 1 ലക്ഷം കോയിൻ. ആഞ്ജനേയ സ്വാമി. മെസ്സിയൊക്കെ കാണിച്ച് കൊതിപ്പിക്കുകയാണ് വെറുതെ. എന്തിനോ എനിക്കറിയത്തില്ല, എന്തിനോ നാശം. സങ്കടമുണ്ട് ഗൈസ്, സങ്കടം ഉണ്ടായിട്ടാണ് ഈ പറയുന്നത്. സങ്കടം, വേറെ ഒന്നും കൊണ്ടല്ല, സങ്കടം ഉണ്ടായിട്ട്. ഇനി ആകെ 120 ഉള്ളൂ. അത് ഈ 30-ൻ്റെ 3 എണ്ണം ചെയ്യാനുള്ള ഇതേ ഉള്ളൂ. 30-ൻ്റെ ഒരു 4-5 എണ്ണം ചെയ്യാം. അതും കൂടെ ചെയ്തു നോക്കാം. വീണ്ടും വേണ്ട പഴയ ഗതി തന്നെ. ഏതോ കാർഡ് കിട്ടിയിട്ടുണ്ട്. നെറ്റില്ല എന്നാണ് കാണിക്കുന്നത്. നെറ്റുണ്ട്. ഈ ഗെയിമിൻ്റെ സെർവർ ബഗ്ഗാണ്. ഇന്നലെ ലൈവ് ഇട്ട് വന്നപ്പോൾ ഗെയിമേ അടിച്ചു പോയി. എന്തൊരു കഷ്ടമാണിത്, എന്തൊരു കഷ്ടം. സത്യം പറഞ്ഞാൽ ഈ ഒരു ഗെയിമിൽ കയറി വന്നിട്ട് വേറെ ഗെയിം ഇടാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. വേറെ ഗെയിം ഇട്ടാൽ വ്യൂസ് ഇല്ല. എന്നാൽ ഈ ഗെയിമിന് വ്യൂസ് ഉണ്ടോ? അതുമില്ല. കണ്ടന്റ് ഉണ്ടാക്കാൻ വല്ല വഴിയുണ്ടോ? അതുമില്ല. എനിക്ക് പയ്യ ഗൈസ്, മൊത്തത്തിൽ മടുപ്പാണ് ഗൈസ്, മൊത്തത്തിൽ മടുപ്പാണ്. പാക്ക് ഓപ്പൺ ചെയ്ത് തന്നാൽ വല്ലതും തന്നാൽ അതും തരത്തില്ല. പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ വല്ലതും തന്നാൽ ആ പ്ലേസിൻ്റെ റിവ്യൂ എങ്കിലും ഇടായിരുന്നു. ഇത് എന്തൊരു ഗതികേടാണ്. അതിൻ്റെ ലിമിറ്റായി. ഇനി നമുക്ക് 20-ൻ്റെ സ്പിൻ ചെയ്യാം. ഞാൻ പിന്നെ പറഞ്ഞു ഒന്നും കിട്ടത്തില്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി ഇവിടം വരെ വന്ന സ്ഥിതിക്ക് നിങ്ങളൊക്കെ ആ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തിട്ട് പോയേരെ. അല്ലാതെ വേറെ മെച്ചമൊന്നുമില്ല. എന്തൊരു ഗെയിമാണ്. നിങ്ങൾക്കൊക്കെ ഈ ഇതിൽ വല്ലതും സ്പിൻ ചെയ്തിട്ട് ഇതുവരെയൊക്കെയും ചെയ്തത് വല്ലതും കിട്ടിയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ആകെ പ്രതീക്ഷ എക്സ്ചേഞ്ച് ആണ്. ഈ 97-98 ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പ്ലേയേഴ്സ് ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, പ്ലേയേഴ്സ് ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി അടുത്തൊരു പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വരുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. വരുന്നിടം വരെ ബൈ പറയുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥ കണ്ടല്ലോ ഗൈസ്. അതുകൊണ്ട് മറ്റ് കണ്ടൻറ് ഇട്ടാൽ അതിനെങ്കിലും സപ്പോർട്ട് തരിക, അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റിനെങ്കിലും സപ്പോർട്ട് തരിക. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സെക്കൻഡ് ചാനലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിലെങ്കിലും കണ്ടൻറ് ഇട്ട് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ. ഈ ഒരു ചാനലിൽ ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ അതിലെങ്കിലും പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. പാക്ക് ഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ ആകെ ഇനി ടോട്ട്സേ ഉള്ളൂ ചെയ്യാൻ. അതും കൂടെ ഒന്ന് ചെയ്തേക്കാം. ഓക്കെ, അതിൻ്റെ ഡെയിലി ലിമിറ്റ് ആയി. ടോട്ട്സ് അല്ല, വേറെ. അപ്പം ഇത്രേ ഉള്ളായിരുന്നു കണ്ടൻറ്റ്. ഇനി കൂടുതലൊന്നും കാണിക്കാനൊന്നും ഇല്ല. ഇനി ഞാൻ കൂടുതൽ സ്പിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായും ക്ലൗഡ് സ്റ്റാർ സൈനിങ് ഔട്ട്. ബൈ.